എൻ്റെ പേര് വസന്തകുമാരി എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത പുത്തൂരെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ പറയുന്നതിന് മുൻപ് എൻ്റെ കൃപാസന മാതാവിനും എൻ്റെ ഈശോനാഥനും കൊടാനുകോടി നന്ദി പറയുകയാണ്. ഇത് എൻ്റെ കൊച്ചുമകനാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായി ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് 23/3/2023 ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും മറക്കാത്ത ഒരു ദിവസമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് സങ്കടത്തോടു കൂടി ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഒരേ ഒരു കാര്യം മാത്രം, എനിക്കൊന്നും അറിയത്തില്ല, അത് സങ്കടത്തോട് വന്ന് പറഞ്ഞ് അമ്മ, ഞാൻ ഫസ്റ്റിൽ എഴുതുമ്പോൾ തന്നെ എൻ്റെ മകൾക്ക് ഒരു വഴിയായിരുന്നു, 70 വർഷം കൊണ്ട് കിട്ടാതിരുന്ന ഒരു വഴി, അത് സാക്ഷാത്കരിച്ച് എനിക്ക് കിട്ടി. അതിനുശേഷം എല്ലാ മാസങ്ങളിലും ഞാൻ വരും. പിന്നെ അതേപോലെ തന്നെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ഒരുപാട് പേര് എന്നെ വന്ന് കാണുകയും കാര്യങ്ങൾ ചോദിക്കുകയും എല്ലാം ചെയ്യും. അപ്പോഴെല്ലാം ഞാൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കും. അപ്പോൾ ആ പറഞ്ഞതിന് ശേഷം അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ കിട്ടിയാൽ ഉടൻ തന്നെ അവരെ എന്നെ അറിയിക്കും. അപ്പോൾ ഞാൻ വീണ്ടും വരും. ഒരാഴ്ച തന്നെ 3 പ്രാവശ്യം വരെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടാമത് ഇപ്പം കിട്ടിയതെന്ന് പറയുന്നത്, എപ്പോഴും അമ്മയുടെ സാന്നിധ്യം എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ 5ാമതായി 6ാമതൊരു കോളം കിടക്കുമ്പം ഫസ്റ്റിലെ വരുമ്പോൾ എനിക്കറിയത്തില്ല എങ്കിൽ പോലും ഞാൻ അതിലെഴുതിയിരുന്നത്, എനിക്കെന്നും ജീവിതത്തിൽ അമ്മയുടെ സാക്ഷ്യം പറയാനും അത് എവിടെ ഏത് രാജ്യത്ത് എപ്പോഴും വേണമെങ്കിലും പറയാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടാകണേ എന്നായിരുന്നു. അത് ഞാൻ ഈ 25 മാസമായി ഇപ്പം 25 സാക്ഷ്യം ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങൾ, അത് അസാധ്യമായ സാക്ഷ്യങ്ങളാണ് കിട്ടിയേക്കുന്നത്. അതിലല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ച് തമ്പുരാൻ തന്നിട്ടുണ്ട്. ഒന്ന്, എനിക്ക് കൈയുടെ പെരുപ്പായിരുന്നു. വർഷങ്ങൾ കൊണ്ട് എൻ്റെ ഈ കൈ കൊണ്ട് എനിക്കൊന്നും പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബസ് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. 25 വർഷം കൊണ്ട് ഞാനത് അനുഭവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അത് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ വരുന്ന സമയത്ത് എനിക്കിങ്ങനെ തൈലവും ഉപ്പും തേനും എല്ലാം കിട്ടി. ഞാനതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ അതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, 1 മാസം കഴിഞ്ഞിടം മുതൽ എനിക്കത് പൂർണ്ണമായി മാറി. അങ്ങനെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ എൻ്റെ കൈകൊണ്ട് സാധ്യമായി. അതിനോടൊപ്പം തന്നെ എനിക്ക് വേറൊരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 12 വർഷം കൊണ്ട് ഞാൻ, അതായത് എൻ്റെ ഈ പൊന്നുമോനെ പ്രസവിച്ച അവൻ്റെ അമ്മ പ്രസവിച്ച സമയം മുതൽ, എൻ്റെ മൂത്ത മകളുടെ കുഞ്ഞാണിത്, ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു അർസസ് പോലെ ഒരു അസുഖം ഉണ്ടായി. അപ്പം ഞാൻ എന്നും നമുക്ക് ബാത്റൂമിൽ പോകുമ്പോൾ